അങ്ങനെ UPSC വിളിക്കുന്ന CDS നോട്ടിഫിക്കേഷനും റിലീസായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം നിങ്ങളിലേക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമി NDA നോട്ടിഫിക്കേഷൻ എത്തിച്ചതാണ്. ഒരുപാട് പേര് വീഡിയോ കണ്ടു. ഇപ്പോൾ CDSൻ്റെ നോട്ടിഫിക്കേഷനും റിലീസായിട്ടുണ്ട്. രണ്ടിലേക്കുമുള്ള ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടിലേക്കുമുള്ള ആപ്ലിക്കേഷൻ വീഡിയോ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയച്ചോളൂ. നമുക്കിപ്പോൾ CDS യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി എല്ലാ വർഷവും 2 നോട്ടിഫിക്കേഷൻ വെച്ച് വിളിക്കാറുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ 2025 രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ CDS പുറത്തുവിട്ടിരിക്കുകയാണ്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ. കേരളത്തിലെ യുവാക്കളുടെ സ്വപ്ന ജോലിയാണ്. നല്ലൊരു അവസരമാണ്. ഓഫീസർ പാക്കേജാണ് നിങ്ങൾക്ക് ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും കിട്ടാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് അടുത്ത മാസം ജൂൺ 17 അതിന് മുന്നേ നിങ്ങൾ അപേക്ഷ അയക്കണം. ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നുണ്ട്, കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുക. തെറ്റ് വരുത്തി വെക്കേണ്ട. രണ്ടാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ്. അതായത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ അറിയുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 1/3 ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ്. 3 ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട്. ഇനി ഓരോ വേക്കൻസിയുടെ പാക്കേജ് ഇവിടെ കാണാം. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ, അവിടേക്ക് 100 വേക്കൻസി വന്നിട്ടുണ്ട്. ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല, കേരളത്തിലെ ഏഴിമല 26 വേക്കൻസി. എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ് 32 ഒഴിവും. പിന്നെ SSC മെൻ നോൺ ടെക്നിക്കൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്ക് 276 വേക്കൻസി ബോയ്സിനാണ്. പിന്നെ SSC വുമൺ നോൺ ടെക്നിക്കൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ 19 വേക്കൻസി ഗേൾസിനും. മൊത്തം വേക്കൻസി 453 വേക്കൻസി ഏകദേശം കണക്കാണ്, കറക്റ്റ് വേക്കൻസി അല്ല. കൂടാനൊക്കെ ചാൻസ് ഉണ്ട്, നല്ല രീതിയിൽ വേക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി കേരളത്തിൽ പരീക്ഷാ സെൻറ്ററുകൾ വരുന്നുണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാഡമി പോലെ തന്നെ CDSയിലേക്കും കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ ജില്ലയിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടും. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഡൗട്ട് വേണ്ട. കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതി സെലക്ട് ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. പുറത്ത് പോയിട്ടൊന്നും നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. ഇനി ഏജ് ലിമിറ്റ് കാണാം. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയും ഇന്ത്യൻ നേവൽ അക്കാഡമി രണ്ടിലേക്കും ജൂലൈ 2, 2002 ജൂലൈ 1, 2007 ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ. അപേക്ഷ അയക്കുന്ന എല്ലാവരും അൺമാരീഡ് ആയിരിക്കണം. ഈ 2 പോസ്റ്റിലേക്കും അൺമാരീഡ് മെയിൽസിന് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുക. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് 20 to 24 2026 ജൂലൈ 1 24 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷ അയക്കാം. 2 ജൂലൈ 2002 1 ജൂലൈ 2006 ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ. ഇനി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി SSC കോഴ്സ് മെൻ ആൺകുട്ടികൾക്ക് ജൂലൈ 2, 2001 ജൂലൈ 1, 2007 ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചാൽ അപേക്ഷ അയക്കാം. പിന്നെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി SSC വുമൺ പെൺകുട്ടികൾക്കാണ് നോൺ ടെക്നിക്കൽ. ഇതിലേക്ക് വരുന്ന ഏജ് ക്രൈറ്റീരിയ ഇവിടെ കാണാം. 2 ജൂലൈ 2001 1 ജൂലൈ 2007 സെയിം കാര്യം തന്നെയാണ്, സെയിം ഏജ് ക്രൈറ്റീരിയയാണ്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. പെൺകുട്ടികൾക്ക് ഈ പറയുന്ന ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി SSC വുമൺ നോൺ ടെക്നിക്കലിലേക്ക് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ. OTA ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി. അപേക്ഷ അയക്കുന്ന എല്ലാവരും അൺമാരീഡ് ആയിരിക്കണമെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ രണ്ടിലേക്കും നിങ്ങൾക്കൊരു ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാൻ പറ്റും. പിന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത്. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിയാണ് വേണ്ടത്. പിന്നെ +2 സയൻസ് ഉണ്ടായിരിക്കണം വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് അറ്റ് 10+2 ലെവൽ. അതായത് +2 നിങ്ങൾക്ക് സയൻസ് ഉണ്ടാവണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ഇന്ത്യൻ നേവൽ അക്കാഡമി ഈ 3ലേക്കും നിങ്ങൾക്ക് +2 സയൻസ് വേണ്ട, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായാൽ മതി. പക്ഷേ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾക്ക് +2 സയൻസും വേണം, ഡിഗ്രിയും വേണം. അപ്പോൾ ആ കാര്യങ്ങൾ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, പറഞ്ഞുതരാം. പിന്നെ ഫീസ് വരുന്നുണ്ട്. 200 രൂപയാണ് ഫീസ്. പെൺകുട്ടികൾക്കും SC/ST വിഭാഗത്തിൽ വരുന്ന ആൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല. എല്ലാ കാറ്റഗറിയിൽ വരുന്ന പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അപേക്ഷ അയക്കാം. പിന്നെ SC/ST വിഭാഗത്തിൽ വരുന്ന ബോയ്സിന് ഫീസ് വരുന്നില്ല. ബാക്കി വരുന്ന എല്ലാവർക്കും 200 രൂപ ഫീസ് വരുന്നുണ്ട്. എല്ലാ ഡൗട്ടും നിങ്ങൾ അപ്പോൾ ക്ലിയർ ചെയ്ത് പോയിക്കോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപേക്ഷ അയക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വീണ്ടും പറയുകയാണ് 17 ജൂൺ 17. അപ്പോൾ ലാസ്റ്റിലേക്കൊന്നും വെക്കരുത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ അപേക്ഷ അയച്ചോളൂ. ഇനി 5 ദിവസം ഉണ്ടല്ലോ 10 ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കേണ്ട. നിങ്ങൾ
എന്നാണോ വീഡിയോ കാണുന്നത് അന്ന് തന്നെ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. ആദ്യം ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് ഈ ഒരു വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു ബുക്ക് നിങ്ങൾ വായിച്ച് പഠിച്ചോളൂ. നല്ല ബുക്ക് തന്നെയാണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർ വാങ്ങിച്ച് വയ്ക്കുക. എക്സാമിന് വരുന്ന സിലബസ് കാണാം. ഇംഗ്ലീഷ് 2 മണിക്കൂർ 100 മാർക്കിന് പരീക്ഷ നടത്തും. ജനറൽ നോളജ് 2 മണിക്കൂർ 100 മാർക്കിനും മാത്സ് 2 മണിക്കൂർ 100 മാർക്കിന്. ഇത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഇന്ത്യൻ നേവൽ അക്കാഡമി, എയർഫോഴ്സ് അക്കാഡമി ഈ മൂന്നിലേക്കും വരുന്ന സിലബസാണ്. ഇനി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ആണെങ്കിൽ മാത്സ് വരുന്നില്ല, ഇംഗ്ലീഷും GK മാത്രമേ ഉണ്ടാവുള്ളൂ. 2 മണിക്കൂർ വെച്ച് തന്നെയാണ് 100 മാർക്കിന്, രണ്ടും 100 മാർക്കിന് പരീക്ഷ നടത്തുന്നുണ്ട്. അതിൻ്റെ സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് അവിടെ കാണാം. ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അരിത്തമെറ്റിക്, അൾജീബ്ര, ട്രിഗ്ണോമെട്രി, ജിയോമെട്രി, മെൻസുറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മാത്സിൽ വരുന്നത്. അതിനുശേഷം ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതായത് SSB ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. പിന്നെ മെഡിക്കൽ എക്സാം, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ CDSE നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ രണ്ടും നല്ല അവസരങ്ങൾ തന്നെയാണ്. രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ വീഡിയോ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയച്ചോളൂ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയക്കുന്നു വേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നമുക്ക് സമയം 17-ാം തീയതി വരെ ഉള്ളൂ. എങ്കിലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ വീഡിയോ വരുന്നതാണ്. അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയച്ചോളൂ. അതുപോലെ തന്നെ ഡെയിലി യൂണിഫോം ജോബിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.